എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. എപ്പോഴും നിന്റെ നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു വാചകമാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഇഷ്ടമാണെന്നറിയുമോ പെങ്ങളെ? ഈ ഒരു വാചകം അല്ലാഹ്ന് വല്ലാത്ത ഇഷ്ടമാ മോളെ. അതുകൊണ്ട് എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും മകന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവസാന പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അവിടെ നിന്ന് യാത്ര പോകുമ്പോ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈമിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവരെ മനസ്സില്ല മനസ്സോടെ വീട്ടിൽ നിന്ന് പോകുകയാ. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു. അബൂ തൽഹ തങ്ങളുടെ പൊന്നാര മകൻ അവിടെ നിന്ന് പനി പിടിക്കുകയാ. എന്തു മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല. പനി കൂടുകയാണ് മാറുന്നില്ല. അവസാന പടച്ചവനെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെടുകയാ. പടച്ചവനെ ഉമ്മ സുലൈം എന്ന് പറയുന്ന പെണ്ണ് മാത്രം, ഉമ്മ മാത്രം വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. സമാധാനിപ്പിക്കാൻ പോലും ഒരാൾ കൂടെയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ എന്റെ പൊന്നാര മകന് മരണപ്പെട്ടു പോയി നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മ സുലൈമിനോട് പറഞ്ഞു, ക്ഷമിക്കും സുലൈം, അൽഹംദുലില്ലാഹ് പറ ഉമ്മ സുലൈം. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഉമ്മ സുലൈം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. പടച്ചവനെ അവസാനം തന്റെ പൊന്നാന മകന്റെ ജനാസ ഖബറടക്കി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒന്നും അറിഞ്ഞിട്ടില്ല. തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. തന്റെ പൊന്നാര മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഉമ്മു സുലൈം ചിന്തിക്കുന്നു, അല്ലാഹ് കിടന്നിട്ടുറക്കം വരുന്നില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് വരുമല്ലോ. മകനെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്തു പറയും പടച്ചവരെ? മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞാ തകർന്നു പോകുമല്ലോ. ഉമ്മു സുലൈം അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാണ്. പിറ്റേ ദിവസം കുളിച്ച് ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു. ദുഃഖങ്ങൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ നിന്ന് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാ. വീടിനകത്ത് കയറി, എന്റെ മകനെവിടെ, എന്റെ മകനെവിടെ? അബൂ തൽഹ തങ്ങളെ ചോദിക്കുമ്പോ പറഞ്ഞു, ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. പടച്ചവനെ അതാ തന്റെ ഭർത്താവിന് കുളിക്കാ വെള്ളം കൊടുത്തു, കടിക്കാ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം ചിന്തിച്ചു, അല്ലാഹ് ഭർത്താവിന് ആഗ്രഹമുണ്ടല്ലോ, സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കയറി ശാരീരികമായി ബന്ധപ്പെട്ടു. പടച്ചവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തു. വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചില്ല. വീടിനകത്ത് വിളിച്ചു കയറ്റി, കുളിക്കാ വെള്ളം കൊടുത്തു, കടിക്കാ ഭക്ഷണം കൊടുത്തു, തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചില് തല വെച്ച് കിടന്നിട്ട് ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നമുക്ക് നൽകി തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? പഠിക്കണം പെങ്ങള്, ദീനുള്ള പെണ്ണിങ്ങനാ, ഈമാനുള്ള പെണ്ണിങ്ങനാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, അമാനത്തായ ഒരു വസ്തു നമുക്ക് തന്നോ, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ?
അവിടെന്ന് ചോദിക്കുന്നു, നിനക്കറിയില്ലേ പെണ്ണെ, കൊടുക്കണമല്ലോ, അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയാണല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ഉമ്മു സുലൈമ കരയുകയാ. അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈം അവിടെന്ന് പൊട്ടിക്കരയുകയാണ്. എന്തേ പെണ്ണെ കരയുന്നത്, എന്തേ പെണ്ണെ കരയുന്നത്? ത്വൽഹാ, അല്ലാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അല്ലാഹു തിരിച്ചെടുത്തു. തൽഹാ, നമ്മുടെ പൊന്നുമകന് മരിച്ചുപോയി. തൽഹാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തകർന്നു പോയടോ. പടച്ചവരെ, സഹിക്കാൻ പറ്റിയില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവിടെന്ന് വല്ലാതെ തകർന്നു പോവുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടമായി. പടച്ചവനെ, വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇവൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇവള് മറച്ചു വെച്ചല്ലോ, ഇവള് കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയല്ലോ. സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഉമ്മ സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. എന്തേ തൽഹാ, എന്റെ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, ത്വൽഹാ, ഇതുപോലെ സ്വാലിഹത്തായ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയില്ലേ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച മാതാവിനെക്കാൾ സങ്കടം വേറൊരു മനുഷ്യനുമില്ലല്ലോ. എല്ലാം മറച്ചു വെച്ചിട്ട് അവള് നിന്നെ സന്തോഷിപ്പിച്ചവളല്ലോ. തൽഹാ, ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ഫലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ശമിക്കബൂ തൽഹാ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു മകനെ തരും. അബൂ തൽഹാ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹു ഒരു മകനെ തരുമെന്ന് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ഉമ്മു സുലൈം ഗർഭിണിയാവുകയാ. മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. ഒരാൺകുഞ്ഞിനെ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചടോ. അവിടെന്ന് വാരിയെടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ ചെന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂലാ മധുരം കൊടുത്തത്. ഈത്തപ്പഴം തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് നബി തങ്ങൾ വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാഹ് അബ്ദുല്ലാഹ് എന്ന് പേരിട്ടു. പെങ്ങളെ, ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം കേൾക്കണോ? ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം കേൾക്കണോ? പടച്ചുറപ്പേ, ഈ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, ഹാഫിളായി. അവിടെന്ന് വിവാഹം കഴിച്ചു. കുടുംബ ജീവിതത്തിൽ 12 മക്കള് ജനിച്ചു. ആ 12 മക്കളും ഹാഫിളീങ്ങളായി എന്ന് ചരിത്രം പറയുമ്പോ അൽഹംദുലില്ലാഹ് വല്ലാത്ത പ്രാധാന്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാലും നിന്റെ പാപം അല്ലാഹു പൊറുക്കും ബാപ്പാ. ഒരു രാത്രി പനി പിടിച്ച് കിടന്ന അതിലൂടെ നിന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ. അതുകൊണ്ട് പെങ്ങള്, അല്ലാഹുവിന്റെ തീരുമാനമാ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ആ ക്ഷമയ്ക്ക് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടുവാ. ഈമാനികമായൊരു ജീവിതം നിന്റെ വീടിനകത്ത് വാ. പടച്ചവനെ, നീ അല്ലാഹുവിലേക്ക് മടങ്ങു സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു എന്തു പരീക്ഷണം തന്നാൽ അൽഹംദുലില്ലാഹ്
ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അൽഹംദുലില്ലാ പറയാൻ പഠിക്കൂ സഹോദരാ. ജീവിതത്തിൽ എന്തോ പ്രയാസം വരട്ടെ, ജോലി നഷ്ടപ്പെടട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ, കച്ചവടം തകർന്നു പോകട്ടെ, പടച്ചവനെ മക്കള് മരിച്ചു പോകട്ടെ, അല്ലാഹു എന്തു പരീക്ഷണം തന്നാൽ എന്തു പറയണം? അൽഹംദുലില്ലാ. നീ അൽഹംദുലില്ലാ പറയടേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്നു, മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ മനുഷ്യൻ എന്തേ ചെയ്തത്? അല്ലാഹു മലക്കുകളോട് ചോദിക്കും. ഒരാള് തന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു ചെല്ലുമ്പോൾ അല്ലാഹു ചോദിക്കും, എന്താ അവൻ ചെയ്തേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ പടച്ചവനെ, ഓ അൽഹംദുലില്ലാ അല്ലാഹ് പറയണേ. പടച്ചവനെ, ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, നിങ്ങളൊരു വീട് പണി, സ്വർഗത്തിലൊരു വീട് പണി, എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക് എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം. അല്ലാഹു അതിനുള്ളൊരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിനൊരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് വന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയാൻ പഠിക്കുക. അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കുക. ഏത് വിഷയം വന്നാലും അൽഹംദുലില്ലാ പറയുക. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ്, ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറഞ്ഞ് പറയുമ്പോൾ നല്ലതുപോലെ പറ. സുഖമാണോ? സുഖമാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതം സന്തോഷത്തിലാണോ? അൽഹംദുലില്ലാ. ഇത് പറഞ്ഞാൽ മതി. എന്ത് വന്നാലും തലകറങ്ങി വീണു, പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ ടെസ്റ്റ് ചെയ്തു, അവസാനം റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്തു പറയണം? എന്തു പറയണം? പരീക്ഷയ്ക്ക് തോറ്റുപോയി, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി പോയി, എന്തു പറയണം? ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, എന്തു പറയണം? എന്ത് മക്കൾ മരിച്ചു, എന്തു പറയണം? അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ക്യാൻസർ രോഗം അല്ലാഹു തന്നു, പൊട്ടിക്കരഞ്ഞാൽ മാറുവോ? നിലവിളിച്ചാൽ മാറുവോ? തലകുത്തിക്കിടന്നാൽ മാറുവോ? ഇല്ല. അൽഹംദുലില്ലാ, അല്ലാഹ് തന്നു, പടച്ച റബ്ബ് തന്നു, ക്ഷമിക്കണം, അൽഹംദുലില്ലാ പറയണം. അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഓള വന്നില്ലേ, ഇതെന്ത് ഉസ്താദ് വന്നില്ലേ? ആരെങ്കിലും ക്യാൻസർ വരുമ്പോൾ അൽഹംദുലില്ലാ പറയോ? ജോലി നഷ്ടപ്പെട്ട അൽഹംദുലില്ലാ പറയോ? പരീക്ഷയ്ക്ക് തോറ്റുപോയ അൽഹംദുലില്ലാ പറയോ? ഇല്ല. ഇവിടെ പറയണം ചങ്ങാതി, എന്ത് വന്നാലും. ഞാൻ പറയും, ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം. ഞാൻ വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താന്ന്. ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാനേ ഉള്ളത്. അള്ളാഹു അതിലൊരു മോചനം നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു പരീക്ഷണം വന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറയുക. നമ്മൾ വിചാരിക്കണം എന്താ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. ഉസ്താദ്, ഇതെങ്ങനെ പറ്റും? ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അൽഹംദുലില്ലാ പറയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്നാ നേരെ ഇരിക്ക്, നേരെ ഇരിക്ക്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എന്താ വാവാടും കൊടുവള്ളിയിൽ കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? ഉണ്ടോ? പറ സഹോദരൻ, ഉണ്ടോ? ഉണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? ഉണ്ട്. അപ്പൊ അല്ലാഹു നിനക്ക് ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? എന്തിനാ? നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു.
നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് എന്ത്? ഈ ദുഃഖം. അത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരാമാറാകട്ടെ. ഇല്ലാ യളമൽ ജസാഅമായ യളമൽ ബലാ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ പുറകിലൊരു ദുഃഖവുമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖം. ഇത് നീ അങ്ങ് ക്ഷമിക്ക്, സഹിക്ക്, സന്തോഷം വരുമല്ലോ. അൽഹംദുലില്ലാ. അപ്പം അടയാളം മനസ്സിലായല്ലോ. അൽഹംദുലില്ലാ. ദുആ ചെയ്തിട്ട് കാത്തിരിക്ക്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. 4 പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്കങ്ങ് പോവും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ പറയണം. ഞാനൊരു ചരിത്രം പറഞ്ഞു നിർത്താം. ഒരൽഹംദുലില്ലയുടെ ചരിത്രം ഞാൻ പറയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പടച്ചവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അള്ളാഹു സന്തോഷ വാർത്ത പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാരാ. അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ക്ഷമിക്കുന്നവരാ, ശുക്ർ ചെയ്യുന്നവരാ, നന്ദി രേഖപ്പെടുത്തുന്നവരാ. അള്ളാഹുവേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മൂന്നാമത്തെ വിഭാഗമാരാ നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇവിടുത്തെ ജൻഷന്റെ പേരെന്താ? ബസ് കിട്ടുന്ന ജൻഷന്റെ പേര് പാവാട പരപ്പംപൊയ്യയിൽ നിൽക്കുക. നിങ്ങളെല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പരപ്പംപൊയ്യലിൽ ആ റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വയനാട് പോകുന്ന ഒരു ബസ് വന്നു, ചാടി അതിനകത്ത് കയറി. വയനാടേക്ക് പോകുന്ന ഒരു ബസ് വന്നു, അതിനകത്ത് ചാടി കയറി കിട്ടിയ സീറ്റിൽ പോയിരുന്നു. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ ഓരോ ആൾക്കാരടുക്കൽ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബസ്സിനകത്തിരുന്നിട്ട്, വയനാട് ചുരം കയറി പോകുന്ന ബസ്സിനകത്തിരുന്നിട്ട് അള്ളാനോട് ദുആ ചെയ്യുക, പടച്ചോനെ എനിക്ക് കോഴിക്കോട് എത്തണമെന്ന് പറഞ്ഞാൽ എത്തുവോ? സത്യം പറ, എത്തുവോ? നിങ്ങളൊക്കെ അള്ളാനോട് ഇപ്പൊ പറഞ്ഞു, പടച്ചോനെ എനിക്ക് നല്ല മരണം വേണമെന്ന്. എന്ത് ചെയ്തു വെച്ചിട്ടാ ചങ്ങാതി ചോദിച്ചേ? അല്ലാ, നിനക്ക് വയനാട് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടോ കോഴിക്കോട് പോകുന്ന കഥ പറഞ്ഞപ്പോ നീ ചിരിക്കുന്നു. എങ്കിൽ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിനക്കൊരു നല്ല മരണം കിട്ടാൻ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അല്ല സ്വീകരിച്ച ഒരു നന്മ പറ. ഒരെണ്ണം പറഞ്ഞാൽ മതി, 100 എണ്ണം ഒന്നും പറയണ്ട. ഒരേ ഒരു നന്മയെങ്കിലും, ഏതെങ്കിലും ഒരെണ്ണം, ഒരു നിസ്കാരമോ, ഒരു നോമ്പോ, ഒരു സദക്കയോ, ഒരു ദിക്റോ, എന്തെങ്കിലും ഒരു നന്മ പറ. ഉണ്ടോ? നിനക്ക് തന്നെ അറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പൊ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിനക്കൊരു നല്ല മരണം കിട്ടാൻ എന്താ നീ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കണേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ വാപ്പാനോട് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരെണ്ണം ചെയ്തു വെക്ക്. ഒരു നന്മയെങ്കിലും ചെയ്തു വെക്കടോ. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദെ ഇന്നലെ എന്തോ ബുദ്ധിമുട്ടായി ഒരാൾ ഇപ്പൊ വെന്റിലേറ്ററിലാണെന്ന്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. ഈ സദസ്സിലിരിക്കുന്ന ഞാനോ നിങ്ങളോ നാളെ നേരം വെളുക്കുമ്പോ എഴുന്നേക്കുമെന്ന് പറയാനുള്ള ധൈര്യം പോലും എനിക്ക് നിങ്ങൾക്കില്ല. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനില്ലടോ. ഒന്നും വേണ്ട, മരിക്കാൻ രോഗമൊന്നും വേണ്ട. പെട്ടെന്ന് പ്രായമുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നു, എന്ന ചെറുപ്പക്കാർ മരിക്കുന്ന കാലം അള്ളാഹു നമ്മൾ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയണു, വാപ്പാ, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ റൂഹ് പിടിക്കല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് തെണ്ടിയ ഒരു പ്രയോജനവും ഇല്ല. നിനക്ക് സമയം കിട്ടൂല.